ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഫലൂദയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫലൂദയ്ക്ക് ആവശ്യമായിട്ടുള്ള ജെല്ലി ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ജെല്ലി റെഡിയാക്കാനുള്ള റെഡിമെയ്ഡ് മിക്സ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ജെല്ലിയാണോ എടുക്കുന്നത് അതനുസരിച്ച് ആ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര അളവാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നെല്ലാം ആ ഒരു പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ബേസിക്കലി ജെലാറ്റിൻ മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 4 മുതൽ 5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഫലൂദ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യമേ ഇതൊന്ന് സെറ്റാക്കി വെക്കണം. അടുത്തതായിട്ട് ഫലൂദ സേവാണ് എടുക്കേണ്ടത്. ഞാനിവിടെ തിൻ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഫലൂദ സേവ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സേമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായി വേവിച്ചെടുക്കുക. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കസ്കസാണ്. കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുതിർത്തി കിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഇതുപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുതിർത്തുക. സബ്ജ സീഡ്സ് എന്നും പറയാറുണ്ട്. ഇനി ഫലൂദയിലേക്ക് ആവശ്യമായിട്ടുള്ള പാലാണ് എടുക്കേണ്ടത്. പാൽ ഞാനിവിടെ നല്ലപോലെ തിളപ്പിച്ച് ആറ്റി എടുത്തിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് അല്ലാത്ത പാൽ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. പാൽ ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിന് ഞാൻ 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും പഞ്ചസാരയുടെ അളവനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് മിൽക്കാണ്. ഫലൂദ മിക്കവാറും ഈ ഒരു റോസ് മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യലുള്ളത്. ചോക്ലേറ്റ് ഫലൂദ ചെയ്യാറുണ്ട്, അതുപോലെ റോസ് മിൽക്ക് ഫലൂദയും ചെയ്യലുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള റെസിപ്പി ഈ ഒരു റോസ് മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. നല്ല തണുപ്പിലാണ് ഈ ഒരു ഫലൂദയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം ജെല്ലി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ പാലും നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫലൂദ റെഡിയാക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ടത് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും കട്ട് ചെയ്ത് വെക്കലാണ്. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പൊതുവേ ട്യൂട്ടി ഫ്രൂട്ടിയും ഈ ഫലൂദയിൽ ഉപയോഗിക്കാറുണ്ട്. കൂടെ തന്നെ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആപ്പിളിൻ്റെ കൂടെ പഴവും എടുക്കാവുന്നതാണ് കേട്ടോ. ഏത്തപ്പഴം അല്ലെങ്കിൽ പൂവമ്പഴം എടുക്കാവുന്നതാണ്. ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത് സ്ട്രോബെറി ജെല്ലിയാണ് അല്ലെങ്കിൽ റോസ് ജെല്ലിയാണ്. റോസ് ജെല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കറുത്ത കസ്കസ് കുതിർത്തത്. ഇനി അതിന് മുകളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഫലൂദ സേവ് ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതിന് മുകളിലേക്ക് കുറച്ച് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പഴമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് നട്ട്സ് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂടും. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നല്ല തണുപ്പുള്ള റോസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. മുകളിലായിട്ട് കുറച്ചുകൂടി ഫ്രൂട്ട്സും നട്ട്സും ജെല്ലിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി അതിന് മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നട്ട്സും അതുപോലെ ചെറി, ഇനി ട്യൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുക. അതുപോലെ ഞാനിവിടെ 2 ഗ്ലാസ് സെറ്റാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല തണുത്ത ഫലൂദ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.